എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സാമൂഹ്യ പാഠത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്നേഹനിർഭരമായ സ്വാഗതം. ഇന്ന് ഒക്ടോബർ 15 ഈ ദിവസത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. EME കോർ ഡേ ആണ്. പലർക്കും അറിയില്ല EME കോർ ഡേ എന്താണെന്നുള്ളത് അല്ലേ. ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് കോർ ഡേ എന്നാണ് ഇതിന്റെ മുഴുവൻ പേര്. ഈ ഒരു ദിനത്തിന്റെ പ്രത്യേകത എന്താണ്, പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതേക്കുറിച്ചൊക്കെയാണ് ഇന്ന് സാമൂഹ്യ പാഠം പ്രിയ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇന്ന് ഇതേക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് രണ്ടുപേരാണ്. ആദ്യം സ്വാഗതം ചെയ്യാം കേണൽ K. യോഹന്നൻ സാർ. നമസ്കാരം സാർ. അടുത്തതായി കേണൽ P.G.C. നായർ. ആദ്യം സ്വാഗതം. ഇതൊരു നല്ലൊരു ദിനമാണ് അല്ലെ. പലർക്കും പൊതുജനങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു ദിനം കൂടിയാണ്. ഒരുപക്ഷെ അറിയാമായിരിക്കാം, എങ്കിലും സാധാരണക്കാരായ ആൾക്കാർക്ക് ഈ ഒരു ദിനം എന്താണെന്ന് പൊതുവെ അറിയാൻ സാധ്യതയില്ല അല്ലെ. EME കോർ ഡേ, ഇലക്ട്രോണിക് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്. അതെ അതെ. അപ്പൊ ഈ ഒരു ദിവസത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിച്ചാലോ. 1943 EME കോർ, അന്ന് ഇന്ത്യൻ EME കോർ ആയിട്ടാണ് IEME ആയിട്ട് തുടങ്ങിയത്. അതിനുശേഷം സ്വാതന്ത്ര്യത്തിന് ശേഷം അത് EME ആയി, കോർ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്. അതിനു മുമ്പ് ആർമിയുടെ പൊതുഘടന, ആർമിയിൽ പ്രധാനമായിട്ട് ഒന്ന് ഫൈറ്റിംഗ് വിഭാഗം, ഒരു ആക്ഷൻ ഉണ്ടായാൽ, ഒരു യുദ്ധം ഉണ്ടായാൽ അതിൽ ഫോർവേഡിൽ പോകുന്നത് ഇൻഫൻട്രി, ആർട്ടിലറി, ആർമേഡ് റെജിമെന്റ്സ്, എഞ്ചിനീയേഴ്സ്. ഈ മൈൻ ഫീൽഡിംഗ് അല്ല, മൈൻ ക്ലിയറിംഗ് അല്ല, എഞ്ചിനീയേഴ്സ് ആണ് ചെയ്യുന്നത്. അങ്ങനെ അവര് ഫൈറ്റിംഗ് ആംസ്, പിന്നെ സപ്പോർട്ടിംഗ് ആംസ്. സപ്പോർട്ടിംഗ് ആംസിൽ ഓർഡിനൻസ്, അവർ സ്പെയർസും എക്യുപ്മെന്റ്സ് സപ്ലൈ ചെയ്യുന്നതാണ് ഓർഡിനൻസ്. ASC റേഷനിങ്, പെട്രോൾ, ഫ്യൂവൽ അതെല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടത് ASC ആണ്. അതിനുശേഷം EMEയുടെ റോളിലേക്ക് തിരിച്ചു വരാം. ഇതെല്ലാം പല വിഭാഗങ്ങളാണ് അല്ലെ ആക്ച്വലി. അതെ, ഓർഡിനൻസ് കോർ, ASC ആർമി സപ്ലൈ കോർ, EME കോർ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, ദെൻ ANC ആർമി മെഡിക്കൽ കോർ, പിന്നെ വേറെ RBC, അത്ര പ്രധാനമല്ലാത്ത വേറെ ഇതുമുണ്ട്. ഇതില് നമുക്ക് EME പറ്റി പറയാം. EMEയുടെ റോൾ. ഓക്കെ, നായർ സാർ പറയൂ. ഇതിന്റെ ഒരു റോൾ, പ്രധാനമായിട്ട് EMEയുടെ ഒരു റോൾ അറിയാനായിട്ട് പ്രിയ പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട റോൾ എന്താണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. സാധാരണഗതിയിൽ നമ്മുടെ മലയാളികളുടെ അറിവെന്ന് പറയുന്നത്, ഒരാൾ പട്ടാളത്തിലാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഉടനെ തന്നെ അവരുടെ മനസ്സിൽ പോകുന്ന തോക്കെടുത്ത് വിടുവിക്കാൻ പോകുന്ന, ഫ്രണ്ടിൽ പോകുന്ന ആൾക്കാരെന്നുള്ളതാണ്. പക്ഷേ EME എന്നൊരു വിഭാഗം ഉണ്ടെന്നുള്ള മാക്സിമം ആൾക്കാർക്ക് അറിയില്ല. ആ EME എന്ന് പറഞ്ഞൊരു ടെക്നിക്കൽ കോറാണ്. ടെക്നിക്കൽ കോർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു ആർമി തന്നെ നമുക്ക് ഏത് ഓപ്പറേഷണൽ ഏരിയയിൽ പോകുമ്പോൾ തന്നെ അവർക്ക് വേണ്ട സപ്പോർട്ടിങ് കൊടുക്കുക എന്നുള്ളതാണ്, ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് EMEയുടെ ഉദ്ദേശം. അതാണ് EMEയുടെ മോട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫംഗ്ഷനാണ് EME ചെയ്യുന്നത്. അതിനകത്ത് അത് നിറവേറ്റുന്നതിന് വേണ്ടി വേറെ ഒരുപാട് കാര്യങ്ങൾ അതിന് റിലേറ്റഡ് ആയിട്ടുണ്ട്. മാൻ പവർ, ഓഫീസേഴ്സ്, അതർ റാങ്ക്സ്, അതുപോലെ തന്നെ അവരുടെ ഓരോ ലെവലിലുള്ള ട്രെയിനിങ്, ഇതെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ഈ സപ്പോർട്ട് കൊടുക്കുന്നത്. ശരി. ഇപ്പോൾ EME ആരംഭിച്ചത് ഒരു വർഷം സാർ പറയേണ്ടായി അല്ലെ. ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യം എന്തായിരുന്നു സാർ? ഈ ഒരു EME കോർ ആരംഭിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ആർമിയിലെ ടെക്നിക്കൽ റിക്വയർമെന്റ്സ്, അതായത് റിപ്പയർ, ഇൻസ്പെക്ഷൻ, മെയിൻ്റനൻസ്, ഇതെല്ലാം ചെയ്യാനായിട്ട് പേഴ്സണൽ ആവശ്യമുണ്ടല്ലോ. അതെ, ആ ജോലിയെല്ലാം EMEക്കാണുള്ളത്. ഓ അത് ശരി. അതിൽ ആർമേഡ് വെഹിക്കിൾസ് ഉണ്ട്, ബി വെഹിക്കിൾസ്, സാധാരണ ജീപ്പ്, ലോറീസ്, അതെല്ലാം ബി വെഹിക്കിൾസ് വരും. പിന്നെ എഞ്ചിനീയറിംഗ് എക്യുപ്മെന്റ്സ് ഉണ്ട്, ബുൾഡോസേഴ്സ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. പിന്നെ ആർമേഡ്, അതിൽ എ വെഹിക്കിൾസ് എന്ന് ആർമിയിൽ അറിയപ്പെടുന്നത്. എ വെഹിക്കിൾസിൽ ടാങ്ക്സ്, ആർമേഡ് പേഴ്സണൽ കാരിയേഴ്സ്, അതെല്ലാം അതിൽ വരും. അതിന് പ്രത്യേകം ട്രെയിൻ ചെയ്ത് ട്രേഡ്സ്മെൻ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞത് സപ്പോർട്ടിംഗ് ആംസ്, അതിൽ ഓർഡിനൻസ്, ASC ആൻഡ് EME, ANC. പക്ഷേ ഇവരുടെ എല്ലാം സ്വയരക്ഷ അവർ തന്നെ നോക്കണം, അല്ലാതെ അവർക്ക് വേണ്ടി വേറെ ഇൻവെന്ററിയോ മറ്റവരൊന്നും വരത്തില്ല. അത് ദേ ഹാവ് ദ മിലിറ്ററി ട്രെയിനിങ്, ദേ ആർ ബേസിക്കലി സോൾജേഴ്സ്. സോൾജേഴ്സ് ആണ്, അവർക്ക് ആംഡ് സോൾജേഴ്സ്. പക്ഷെ അവർ തന്നെ അവരുടെ രക്ഷ നോക്കണം. അത് പുറമെ അവരുടെ ടാസ്ക്. EMEക്കാരാണെങ്കിൽ റിപ്പയറും മെയിൻ്റനൻസും അതിൽ
ഇൻവോൾവ് ആയിരിക്കും. ജനറലി ഇവരെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിലായിരിക്കും. ഒരു ഫോർവേഡ് ഏരിയ, കാരണം ഇവർക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം അതിനായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ഉണ്ടാവും. അവിടെ ആയിരിക്കും ഇവരെല്ലാം ഓഫ്കോഴ്സ് സ്കാറ്റേർഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അത് ശരി. അതുകൊണ്ട് EME ക്രസ്റ്റ് എന്താണ് സർ പ്രതിനിധീകരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ EMEയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ടെക്നിക്കൽ കവർ കൊടുക്കുക എന്നുള്ളതാണ്, ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ആ ടെക്നിക്കൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ EME ക്രസ്റ്റിൽ 2 പവറിന്റെ ഇത് കാണിച്ചിട്ടുണ്ട്. അത് 2 ഇലക്ട്രിക്കൽ സപ്പോർട്ടാണ് കാണിക്കുന്നത്. പിന്നെ ആ കുതിരയും പിന്നെ ആ ഇത് എന്ത് പറയുന്ന ഒരു നമ്മുടെ ഗ്ലോബ് കാണിച്ചിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ ഗ്ലോബ് കാണിക്കുന്നത് അത് മെക്കാനിക്കൽ പവറാണ്. പിന്നെ മുകളിൽ അശോക എന്ന് പറയുന്നത് നമ്മുടെ ആ ഇതിന്റെ നാഷണൽ എംബ്ലമാണ്. പിന്നെ അതിൽ കർമ്മഹീധർമ്മ, അതായത് സർവീസ്, നമ്മുടെ ആ ഉദ്ദേശം എന്താണ്, അതായത് നമ്മുടെ ഉദ്ദേശം കർമ്മഹീധർമ്മ എന്ന് ഹിന്ദിയിൽ പറയുന്നു, അതായത് ഇംഗ്ലീഷിൽ പറയുന്ന വർക്ക് ഈസ് വർഷിപ്പ്. ഇതാണ് അതിന്റെ ഉദ്ദേശം, ഇതാണ് ആ ക്രസ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മളിത് ഈ റിപ്പയർ ഇത് കൊടുക്കുന്ന കാരണം യോഹന്നാൻ സാർ പറഞ്ഞ പോലെ, അതായത് EMEയിൽ റിപ്പയർ കവറേജ് കൊടുക്കുന്ന ഓഫീസേഴ്സ്, അതർ റാങ്ക്സ് 2 കാറ്റഗറിയിലുണ്ട്. ഈ 2 കാറ്റഗറിയിലുള്ള ആൾക്കാരും അവരവരുടെ ആ ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്. സപ്പോസ് അതായത് ഇപ്പം ഒരു ജവാൻ, അതിൽ സാർ എന്താ പറഞ്ഞാൽ ഒരു സോൾജറാണ്, അത് കൊടുത്ത് ക്രാഫ്റ്റ്സ്മാനും ട്രേഡ്സ്മാനും കൂടാണ്. അതുകൊണ്ടാണ് ഒരു EMEയിലുള്ള ഒരു ജവാനെ വിളിക്കുന്നത് സോൾജർ ക്രാഫ്റ്റ്സ്മാൻ എന്നാണ് പറയുന്നത്. ആ സോൾജർ ക്രാഫ്റ്റ്സ്മാൻ ഫസ്റ്റ്ലി ഹീസ് എ സോൾജർ, ദെൻ സെക്കൻഡ്ലി ഹീസ് എ ടെക്നിക്കൽ എക്സ്പേർട്ട്. സോ അതുകൊണ്ടാണ് സോൾജർ ക്രാഫ്റ്റ്സ്മാൻ എന്ന് പറയുന്നത്. സാറിന്റെ പറഞ്ഞ മാതിരി, അതായത് ഒരു സപ്പോസ് ഇപ്പം നമുക്കൊരു വണ്ടി റിപ്പയർ ചെയ്യണം, ഒരു 3 ടൺ അല്ലെങ്കിൽ കാറ് അല്ലെങ്കിൽ ജീപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടി റിപ്പയർ ചെയ്യണമെങ്കിൽ അതിനുള്ള ട്രെയിനിങ് ആ ഇൻഡിവിജ്വലിന് കിട്ടിയിരിക്കണം. അപ്പോൾ അതിന് പല കാറ്റഗറീസ് ഉണ്ട്. A വെഹിക്കിൾ, B വെഹിക്കിൾ, സാറിന്റെ പറഞ്ഞ മാതിരി ആ ലെവലിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കും. ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഓരോ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം ആണ് ഇവർ ആ ലെവലിൽ കുറച്ച് എക്സ്പെർട്ടൈസ് ആവുന്നത്. അങ്ങനെയാണ് ഇവർ ഈ വണ്ടി അല്ലെങ്കിൽ ആ എക്യുപ്മെന്റ് റിപ്പയർ ചെയ്യുന്നത്. ഒരു സൈക്കിൾ തൊട്ട് ഹെലികോപ്റ്റർ വരെ EME റിപ്പയർ ചെയ്യുന്നുണ്ട്. അത് ശരി. അതുകൊണ്ടാണ് നമ്മുടെ മോട്ടോർ എന്ന് പറഞ്ഞ ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോർ എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോണിക്സ് എക്യുപ്മെന്റ് നമ്മൾ റിപ്പയർ ചെയ്യും, മെക്കാനിക്കൽ എക്യുപ്മെന്റ്സ് റിപ്പയർ ചെയ്യും. അതായത് ഒരു വാസ്റ്റ് ഏരിയ ആണ് നമ്മൾ എക്യുപ്മെന്റ്സ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് വളരെയധികം ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പം ഇതിപ്പം വണ്ടിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടെക്നിക്കൽ, അതായത് വെഹിക്കിളിന് തന്നെയാണെങ്കിൽ അതിന് സപ്പോർട്ടിങ് ട്രേഡ്സ് പറയുന്നുണ്ട്, ആൻസിലറി ട്രേഡ്സ് എന്ന് പറയും. അപ്പോൾ ഒരു വണ്ടി ഇപ്പോൾ റിപ്പയർ ചെയ്യണം, അപ്പോൾ അതിന് എന്തെങ്കിലും വെൽഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വെൽഡർ ഉണ്ട് അതിന്. അപ്പം വെൽഡറുണ്ട്, മെറ്റൽ സ്മിത്ത് ഉണ്ട്, പിന്നെ സപ്പോസ് എന്തെങ്കിലും കാർപ്പൻട്രി ജോബ് ഉണ്ടെങ്കിൽ കാർപ്പൻറ്റർ ഉണ്ട്. ഇതിനെല്ലാം സെപ്പറേറ്റ് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഓഫീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേ ജോലി ചെയ്യുന്നവരല്ല. ഓരോരുത്തർക്കും അവരവൻ്റെതായിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ജോലിയുണ്ട്. അങ്ങനെ ആ ജോലി ചെയ്ത് അത് കളക്റ്റീവായിട്ടാണ് പിന്നെ അതിൻ്റെ ആ റിസൾട്ടിലേക്ക് വരുന്നത്. അതാണ് EMEയുടെ റിപ്പയർ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ആർമിയിൽ EMEയുടെ റോൾ എന്ന് പറയുന്നത് വളരെ വലുതാണ് അല്ലെ? പലർക്കും അറിയില്ല ഇന്ത്യൻ ആർമിയിൽ EME വിഭാഗം വഹിക്കുന്ന ഒരു വലിയ പങ്ക് എന്താണെന്നുള്ളത് അല്ലേ? നേരത്തെ അതിനെ കുറിച്ചുകൂടി നമുക്കൊന്ന് പറഞ്ഞു കൊടുത്താലോ? അതായത് EMEയുടെ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം, അതായത് ടെക്നിക്കൽ സപ്പോർട്ടാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ടെക്നിക്കൽ സപ്പോർട്ട്. സപ്പോസ് നാളെ ഏതെങ്കിലും നമ്മുടെ ആർമി എന്ന് പറഞ്ഞാൽ എപ്പോഴും പീസ് ലിവിംഗ് ആണ് നമ്മുടെ കൺട്രി. പക്ഷേ എന്നിരുന്നാൽ കൂടെ നമ്മുടെ അയലത്ത് നിന്ന് ഏതെങ്കിലും ഒരു സമയം എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോർവേഡ് ഏരിയയിൽ പോകും. അതായത് ഓരോ ആർമിയിൽ ഫൈറ്റിംഗ്, സാറിൻ്റെ പറഞ്ഞ മാതിരി ഫൈറ്റിംഗ് ഫോഴ്സും ഉണ്ട്, സപ്പോർട്ടിംഗ് ആംസും ഉണ്ട്. EME വരുന്നത് സപ്പോർട്ടിംഗ് ആംസിലാണ്. അപ്പോൾ ഈ ഫൈറ്റിംഗ് ഫോഴ്സസ് അവരുടെ ഡെയിലി ഉള്ള കൃത്യനിർവഹണത്തിൽ അവർക്കൊരു പക്ഷേ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഒരു വണ്ടിയിൽ പോകുന്നു, അല്ലെങ്കിൽ സ്മോൾ ആംസ് കൊണ്ട് ഫയർ ചെയ്യുന്നു, അല്ലെങ്കിൽ വലിയ ഗണ്ണ് കൊണ്ട് ഫയർ ചെയ്യുന്നു. അപ്പോൾ അവർക്ക് അതിനകത്ത് എന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകും. അപ്പോൾ അത് ഇൻ സിറ്റു റിപ്പയർ എന്ന് പറയും. EMEയുടെ മെയിൻ ഉദ്ദേശം അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിൽ അവിടെ തന്നെ, അതായത് ആ എക്യുപ്മെന്റ്സ് നമ്മൾ വർക്ക്ഷോപ്പിലോട്ട്, നമ്മളിപ്പോൾ നമ്മുടെ ഒരു വണ്ടി മോശമായി നമ്മളത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകും അല്ലേ, സർവീസ് ചെയ്യുന്നതിന്. പക്ഷേ ഈ എക്യുപ്മെന്റ് നമ്മുടെ EMEയിൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആർമി എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ഓപ്പറേഷൻ ഏരിയയല്ല, ആ വണ്ടി വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യമില്ല, അതിനുള്ള സമയമില്ല. അങ്ങനെ കൊണ്ടുപോകാനുള്ള ഒരു പല ബുദ്ധിമുട്ട് ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം നേരിടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ സിറ്റു റിപ്പയർ ചെയ്യുന്നത്. അതായത് ഒരു ഗണ്ണ് എവിടെയാണോ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന അവിടെ തന്നെ നമ്മൾ റിപ്പയർ ചെയ്യുകയാണ്.
അതിന് സജ്ജമായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? അതിന് പല ഇതുണ്ട്. സപ്പോസ് ഇപ്പം ഒരു ഇൻഫൻട്രി ബറ്റാലിയൻ അവരുടെ കയ്യിൽ സ്മോൾ ആംസ് ആണുള്ളത്. അവർ ഫോർവേഡ് ഏരിയയിൽ പോകുമ്പോൾ അവരുടെ നാളെ ഒരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അവർ ആ ഒരു ഓപ്പറേഷണൽ ഏരിയയിലോ സപ്പോസ് ഏതെങ്കിലും ഒരു സ്മോൾ ആംസ് അവരുടെ ഫയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് അതിനകത്തുനിന്ന് ബുള്ളറ്റ് പോകുന്നില്ല. അപ്പോൾ ആ ബുള്ളറ്റ് പോകുന്നപ്പം അവൻ ഓപ്പോസിറ്റ് സൈഡ് നമ്മുടെ എതിർവശത്ത് എതിരാളി ഇരിക്കുകയാണ്, അവിടുന്ന് ഫയർ ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ നേരിടുന്നതിനാണ് ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി അവിടെ റിപ്പയർ ചെയ്ത് ആ സ്മോൾ ആംസ് അല്ലെങ്കിൽ ആ റൈഫിൾ സർവീസ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അഡ്വാൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള സകല തയ്യാറെടുപ്പോടും കൂടിയാണ് EME പ്രവർത്തിക്കുന്നത്. എനിക്ക് തോന്നുന്നു വലിയ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കം അല്ലേ? ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടിയും അത് ഒരു കാര്യം എടുത്തു നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, ബേസിക് കാര്യം നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ? ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ടെക്നിക്കൽ പരമായിട്ടൊക്കെ നമുക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. എങ്കിലും ഈ ഒരു EMEയുടെ റോൾ എങ്ങനെയാണ് സർ പ്രാവർത്തികമാക്കുന്നത്, എങ്ങനെയാണ് അത് അതിലേക്ക് എത്തിക്കുന്നത്? EMEയുടെ റോൾ എന്ന് പറഞ്ഞാൽ സപ്പോസ് ഞാൻ നമ്മൾ പറഞ്ഞാൽ EME ബറ്റാലിയൻസ് അതായത് അതിനകത്ത് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പല വർക്ക്ഷോപ്പ്, അതായത് നാളെ ഒരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ EME ബറ്റാലിയൻ എന്ന് പറയുന്നത് അത് ഒന്നായിട്ട് തന്നെ ഇരിക്കത്തില്ല, അത് പല വിഭാഗങ്ങളായിട്ട് പോകും. പല വിഭാഗങ്ങളായിട്ട് പല ഇതിൽ എന്താ പറയുന്ന സപ്പോർട്ടിങ് ഇതിനു വേണ്ടി ആർമി സ്ട്രക്ചർ അതിനെപ്പറ്റി അറിയേണ്ടതുണ്ട്. ആർമി എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിലും തുടങ്ങുകയാണെങ്കിൽ ആർമി, സദേൺ ആർമി, വെസ്റ്റേൺ ആർമി, അങ്ങനെ അതിൽ ആർമിക്ക് താഴെ കോറുണ്ട്. ഒരു കോറിൽ സാധാരണഗതിയിൽ 3 ഡിവിഷൻസ് ഉണ്ടാവും. ഒരു ഡിവിഷനിൽ 3 ബ്രിഗേഡ്, ബ്രിഗേഡിനകത്ത് ബറ്റാലിയൻസ് ഉണ്ടാവും, 3 അതിലധികവും ബറ്റാലിയൻസ് ഉണ്ടാവും. അത് ബറ്റാലിയൻസ് കഴിഞ്ഞാൽ പിന്നെ കമ്പനീസ്. ഇതാണ് പൊതുവെയുള്ള സ്ട്രക്ചർ. ഇതിന് നമുക്ക് താഴെ നിന്ന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഒരു ഇൻഫൻട്രി ബറ്റാലിയൻ എടുക്കുകയാണെങ്കിൽ അവർക്ക് EMEയുടെ ഒരു ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുക URO, യൂണിറ്റ് റിപ്പയർ ഓർഗനൈസേഷൻ. അത് നമ്മുടെ ഏതാനും ട്രേഡ്സ്മെൻ, വളരെ കുറച്ച് മേ ബി എത്ര 8 ആൾക്കാർ. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ബ്രിഗേഡാണ്. ആ ബ്രിഗേഡിന് ഒരു വർക്ക്ഷോപ്പ് ഉണ്ടാവും, ഒരു ഫീൽഡ് വർക്ക്ഷോപ്പ്. ആ ഫീൽഡ് വർക്ക്ഷോപ്പ് ഈ ബ്രിഗേഡിലെ 3 ബറ്റാലിയന്റെ മെയിൻ്റനൻസ്, റിപ്പയർ, ഇൻസ്പെക്ഷൻ എല്ലാം ചെയ്യുന്ന ഈ ഫീൽഡ് വർക്ക്ഷോപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തല്ല ഈ ഫീൽഡ് വർക്ക്ഷോപ്പിനെ നോക്കുന്ന ഒരു ഡിവിഷനിൽ ഒരു EME ബറ്റാലിയൻ ഉണ്ട്. ആ EME ബറ്റാലിയനിൽ അവിടെ എത്ര ബ്രിഗേഡ് ഉണ്ടോ അത്രയും ഫീൽഡ് വർക്ക്ഷോപ്പും പിന്നെ സെൻട്രലായിട്ടുള്ള ഒരു കോമൺ വർക്ക്ഷോപ്പ് ഉണ്ട്. സെൻട്രൽ വർക്ക്ഷോപ്പ്, കോമൺ വർക്ക്ഷോപ്പ് ഉണ്ട്, ഒരു ഡീപ് ട്രൂസ് വർക്ക്ഷോപ്പ്. അത് കഴിഞ്ഞാൽ പിന്നീടുള്ളത് ഡിവിഷൻ കഴിഞ്ഞു, പിന്നെ കോർ ഏരിയ, കോർ ലെവലില് കോർ സോൺ വർക്ക്ഷോപ്സ് ഉണ്ട്. കോർ സോൺ വർക്ക്ഷോപ്സ്. അത് കഴിഞ്ഞ് പിന്നെ അഡ്വാൻസ് വർക്ക്ഷോപ്സ്, ബേസ് വർക്ക്ഷോപ്സ്. ബേസ് വർക്ക്ഷോപ്സിൽ മാനുഫാക്ചറും ബേസ് ഓവറോളും എക്യുപ്മെന്റ്സ്. അതിന് ഓരോന്നിനും ലൈക്ക് ആർമമെന്റ്സിന്റെ സെപ്പറേറ്റ് കാണും, വെഹിക്കിൾസ് സെപ്പറേറ്റ് ഉണ്ട്, അങ്ങനെയുള്ള ബേസ് വർക്ക്ഷോപ്സ് ഉണ്ട്. ഇതാണ് പൊതുവെ EMEയുടെ എച്ചിലോൺസ് ഓഫ് റിപ്പയർസ്. ഈ എച്ചിലോൺസ് ഓഫ് റിപ്പയർസിൽ എല്ലാവരും അവരവരുടെ റോള് പെർഫോം ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ പൊതുവെ EME ഫങ്ഷൻ ചെയ്യുന്നത്. അത് ശരി. ഇപ്പോൾ ഈ രാജ്യസ്നേഹം തുളുമ്പുന്ന ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് അല്ലേ? നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു യുദ്ധം മാത്രമല്ല, അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചേരുമ്പോഴാണ് ഒരു രാജ്യത്തിന്റെ സേവനം പൂർണ്ണമാകുന്നത് അല്ലെ? ഓരോ വിങ്ങിനും ചെയ്യേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും. സാറിന്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങേക്ക് മറക്കാനാവാത്തൊരു അനുഭവത്തെക്കുറിച്ച് നമ്മുടെ പ്രിയ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിക്കുമോ? അതായത് എൻ്റെ അനുഭവങ്ങളിൽ പറയുകയാണെങ്കിൽ, അതായത് ഞാൻ ഫോർവേഡ് ഏരിയയിൽ ആയിരിക്കുമ്പോൾ, അതായത് എക്യുപ്മെന്റ്സ് ഞാൻ റഡാർ ആൻഡ് മിസൈൽസിലാണ് സ്പെഷ്യലൈസ് ആയിരിക്കുന്നത്. അപ്പം അതായത് യുദ്ധസമയത്തും അല്ലാത്ത സമയത്ത്, അതായത് നോർമൽ നമ്മൾ യുദ്ധസമയത്ത് മാത്രം ആണ് എല്ലായ്പ്പോഴും നമ്മൾ ജോലി ചെയ്യുന്നില്ല, യുദ്ധം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ചെയ്യുന്നത്. പീസ് ടൈം ആൻഡ് നമ്മൾ വിഷ്വൽ കാണിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം അല്ലേ? അതെ. ഇപ്പൊ അതായത് ഈ വിഷ്വലിനകത്ത് കാണിക്കുന്ന, അതായത് ഹൗ എഫിഷ്യന്റ് വി ആർ ഇൻ റിപ്പയറിംഗ് ആൻഡ് അതായത് സർവീസ് എങ്ങനെ നമുക്ക് എത്ര എഫിഷ്യൻസിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും, അതായത് എത്ര കുറഞ്ഞ സമയം കൊണ്ട് ഒരു വണ്ടി റിപ്പയർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അസംബിൾ ചെയ്യാൻ പറ്റും, അതിന്റെ ഒരു ഡെമോ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതായത് സമയത്തിനുള്ളിൽ ചെയ്യുന്ന, അതാണ് ഞാൻ പറഞ്ഞ, ഒരു വാർ ടൈമിൽ നമുക്ക് കൂടുതൽ സമയം എടുത്ത ഒരു വണ്ടി അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് റിപ്പയർ ചെയ്യാനുള്ള സമയമില്ല, അതിനുള്ള സാഹചര്യമല്ല നമ്മുടെ. അപ്പം കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ വേഗത്തിൽ
കൂടുതൽ എഫിഷ്യൻസിയിൽ ആ എക്യുപ്മെന്റ് റിപ്പയർ ചെയ്യാന്നുള്ള ധർമ്മമാണ് EMEയുടെ. അതിന്റെ ഒരു ഡെമോ ആണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. അതായത് വളരെ ചുരുക്കം സമയം കൊണ്ട് ഒരു വണ്ടി ഡിസ്മാൻഡിൽ ചെയ്യാണ്, അതുപോലെ തന്നെ ചുരുക്കം അതിന്റെ കോർഡിനേഷൻ ആണ് നമ്മൾ ഇതിനകത്ത് കാണേണ്ടത്. വലിയൊരു പ്രോസസ്സാണ് അല്ലെ, ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെയ്യുക എന്നുള്ളത് സത്യം പറഞ്ഞ സാധാരണക്കാർക്ക് അസംഭവ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇത്രയും വേഗത്തിൽ അല്ലെ, ചിലപ്പോൾ യുദ്ധമുഖത്ത് നിൽക്കുമ്പോഴായിരിക്കും ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാവുന്നത്. അവർ കയറി വന്ന വണ്ടി അവർ ഇറങ്ങിയ ഉടനെ അതിനെ ഡിസ്മാൻഡിൽ ചെയ്തു, വീണ്ടും അസംബിൾ ചെയ്ത് അതിൽ തിരിച്ചു പോകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര സമയം ഇതെടുത്ത് ടൈം ചെയ്യുവാണെങ്കിൽ സാധാരണഗതിയിൽ ആർക്കും ഇത് ഇത്രയും എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും. സോ ദാറ്റ്സ് ഇൻഡിക്കേഷൻ ഓഫ് ദി എഫിഷ്യൻസി ഓഫ് ദി EME ട്രേഡ്സ്മെൻ. തീർച്ചയായിട്ടും അതിൽ ഇൻവോൾവ് ചെയ്തത് വെഹിക്കിൾ മെക്കാനിക്സ് പറയുന്ന കാറ്റഗറിയാണ്. അത് ശരി. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഈ ഒരു വിങ്ങിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയും വിജയവും എന്നൊക്കെ പറയുന്നത് അല്ലെ. കാരണം ഈ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അവിടെ എങ്ങനെയാണ് അവിടെ ട്രെയിനിങ് പ്രോസസ് ഒക്കെ എങ്ങനെയായിരിക്കും? ട്രെയിനിങ് എന്ന് പറയുന്നത്, അതായത് ഈ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ EMEയിലുള്ള ഓഫീസേഴ്സിന്റെ ട്രെയിനിങ് സെപ്പറേറ്റ് ആണ്, അതർ റാങ്ക്സിന്റെ ട്രെയിനിങ് സെപ്പറേറ്റ് ആണ്. ഓഫീസേഴ്സിന്റെ ട്രെയിനിങ് മെയിൻലി വന്നിട്ട് നമുക്ക് മിലിറ്ററി കോളേജ് ഉണ്ട്, പിന്നെ മിലിറ്ററി സ്കൂളുണ്ട്. ഈ രണ്ട് സ്ഥലത്താണ് ഓഫീസേഴ്സിന്റെ ട്രെയിനിങ് കൊടുക്കുന്നത്. മിലിറ്ററി കോളേജിലാണെങ്കിൽ ഇലക്ട്രോണിക്സിന്റെ കംപ്ലീറ്റ് ട്രെയിനിങ്, അതുപോലെ തന്നെ സാർ പറഞ്ഞ മാതിരി വെഹിക്കിൾസിന്റെ എല്ലാം ട്രെയിനിങ്, അത് ഓഫീസേഴ്സിന്റെയും ജവാൻസിന്റെയും മിലിറ്ററി കോളേജിലാണ്. അതുപോലെ തന്നെ ബാക്കി ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ സ്കൂളിലാണ്. അതായത് ഇൻസ്ട്രുമെന്റ്, അതായത് ഒരു EME ട്രേഡ്സ്മെന്റ് ഒരു കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ, അതായത് വെഹിക്കിൾ മെക്കുണ്ട്, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് ഉണ്ട്, ഇലക്ട്രീഷ്യൻ ഉണ്ട്, പിന്നെ വെൽഡർ ഉണ്ട്, മെറ്റൽ സ്മിത്ത് ഉണ്ട്, കാർപ്പൻറ്റർ ഉണ്ട്. അതുകൂടാതെ തന്നെ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് പോകുമ്പോൾ ടെലികോം റേഡിയോ, അതായത് വയർലെസ് സെറ്റ്സ് എല്ലാം റിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ റഡാർസ്, അതായത് റഡാറിനെ കുറിച്ച് അറിയാമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. റഡാർ എന്ന് പറയുന്നത് നമ്മുടെ, അതായത് എനിമി എയർക്രാഫ്റ്റിനെ ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ധർമ്മം. ആ ഡിറ്റക്ട് ചെയ്തിട്ട് അതിനെ ഫയർ ചെയ്യുക. അത് രണ്ട് തരത്തിലുള്ള, ഒന്ന് മിസൈൽ ഫയറിംഗ് ചെയ്യും, അതല്ലെങ്കിൽ പിന്നെ ഗൺ കൊണ്ടുള്ള ഫയറിംഗ് ആണ്. അപ്പൊ ഇത് രണ്ടും ഓപ്പറേറ്റ് ചെയ്യുന്ന ആർട്ടിലറി എന്നൊരു വിഭാഗമാണ്, എയർ ഡിഫൻസ് ആർട്ടിലറി എന്ന് പറയും. അവരാണ് ഇത് മാൻ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഈ ഓപ്പറേഷൻ സമയത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അത് റിപ്പയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ലെവലിലുള്ള ട്രെയിനിങ് ആണ് റഡാർ മെക്കാനിക്, അല്ലെങ്കിൽ റഡാറിന്റെ സ്പെഷ്യലൈസ് ചെയ്ത ഓഫീസേഴ്സ് ഉണ്ട്. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സപ്പോസ് ഒരു യുദ്ധകാല പ്രാക്ടീസിന് വേണ്ടിയിട്ട് എല്ലാ വർഷവും നമ്മൾ പോക്രൺ റേഞ്ചിൽ പോകും, അവിടെ ഫയർ ചെയ്യും. അതുപോലെ തന്നെ വേറെ റേഞ്ചസും ഉണ്ട്. മിസൈൽ ഫയറിങ്ങിന് ആന്ധ്രയിലാണ്, പാപ്പഡല എന്ന് പറയും. അപ്പോൾ അവിടെ മിസൈൽ ഫയർ ചെയ്യും. അപ്പോൾ ആ ഫയറിംഗ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു എയർക്രാഫ്റ്റിനെ ഡിറ്റക്ട് ചെയ്തിട്ട് അതിന്റെ കമ്പ്യൂട്ടറിൽ അതിന്റെ ഫ്യൂച്ചർ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് എത്ര വേഗത്തിലാണ് എയർക്രാഫ്റ്റ് പോകുന്നത്, അപ്പം എത്ര വേഗത്തിൽ എയർക്രാഫ്റ്റ് പോകുന്ന സമയത്ത് ആ വിൻഡ് സ്പീഡ് എത്രയാണ്, വിൻഡ് ഡയറക്ഷൻ എന്താണ്. നമ്മുടെ സപ്പോസ്, അതായത് നമ്മൾ ഒരു ഓടുന്ന പട്ടിയെ കല്ലെറിയുന്ന മാതിരിയാണ്. അതായത് ഒരു ഓടുന്ന പട്ടിയെ നമ്മൾ ആ പട്ടിക്കിട്ട് ഇമ്മീഡിയറ്റ്ലി ആ പ്രസന്റ് പൊസിഷനിൽ കല്ലെറിഞ്ഞാൽ പട്ടിക്ക് കൊള്ളത്തില്ല. അതുപോലെ തന്നെ, അതായത് ഒരു എയർക്രാഫ്റ്റ് പോകുന്ന എയർക്രാഫ്റ്റിനെ അതിന്റെ ഫ്യൂച്ചർ പൊസിഷനിലാണ് നമ്മൾ ഫയർ ചെയ്യേണ്ടത്. അതിന് ഗണ്ണുകൊണ്ടാണെങ്കിലും മിസൈൽ കൊണ്ടാണെങ്കിലും അത് കാൽക്കുലേറ്റ് ചെയ്യുക, അതിന്റെ ഫ്യൂച്ചർ പൊസിഷൻ എടുക്കുക എന്നുള്ളതാണ് റഡാറിന്റെ. ആദ്യം ഡിറ്റക്ട് ചെയ്യുക, എന്നിട്ട് പിന്നെ അതിന്റെ ഫ്യൂച്ചർ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ ഡാറ്റ ഈ ഫയറിംഗ് ഒന്ന് ഗണ്ണിൽ അല്ലെങ്കിൽ മിസൈലിനെ കൊടുക്കുകയാണ്. അപ്പോൾ അവരത് ആ കറക്റ്റ് ആ പോയിന്റിൽ ഫയർ ചെയ്യും. ഈ പ്ലെയിൻ ഇവിടെ വരുമ്പം അത് ഹിറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ എനിമി എയർക്രാഫ്റ്റ് നമ്മൾ ഫയർ ചെയ്ത് പോയിരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അതിന് സപ്പോസ് എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഡിഫിക്കൽട്ടി വരികയാണ്, അപ്പം അതിന്റെ മെക്കാനിക് ആണെങ്കിലുണ്ട്, റഡാർ മെക്കാനിക് ഉണ്ട്, അല്ലെങ്കിൽ റഡാറിൽ സ്പെഷ്യലൈസ് ചെയ്ത ഓഫീസേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ ഇമ്മീഡിയറ്റ്ലി അത് റിപ്പയർ ചെയ്ത് അവിടെ തന്നെ ആ എക്യുപ്മെന്റ് സർവീസബിൾ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് EMEയുടെ ധർമ്മം. അതിനുവേണ്ടിയുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഞാൻ ഈ പറഞ്ഞ EME സ്കൂള്, EME കോളേജ്. അതിൽ ഓഫീസേഴ്സും ഉണ്ട്, ജവാൻസും ഉണ്ട്. ഓഫീസേഴ്സിന്റെ ഷോർട്ട് കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ അഡ്വാൻസ് കോഴ്സസ് ഉണ്ട്. ജവാൻസിന്റെ ആണെങ്കിൽ ബേസിക് കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ അഡ്വാൻസ് കോഴ്സ് ഉണ്ട്. അങ്ങനെയാണ് ഇതിന്റെ ട്രെയിനിങ് പോകുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരു ഡോക്ടർ സർജറി ചെയ്യുന്നത് എത്രത്തോളം സൂക്ഷ്മതയോടുകൂടിയാണോ അതുപോലെ തന്നെയാണ് ഇവിടത്തെയും ഒരു വിങ്ങി പ്രവർത്തിക്കുന്നത് അല്ലേ. അത്രയും സസൂക്ഷ്മം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഒരിക്കലും അലസത എന്നൊരു പദം നമുക്ക് ആർമിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ. സാർ എന്താണ് പറയുന്നത്? അല്ല, പറയാനൊന്നുമല്ല. ഓഫീസേഴ്സിന്റെയും ജവാൻസിന്റെയും ഒക്കെ പൊതുവെ എങ്ങനെയാണ് ഇവര് ആർമിയിലെ ഓഫീസേഴ്സ് അല്ലെങ്കിൽ ജവാൻസ് ആയിട്ട് വരുന്നത്? അതെ അതെ, ഓഫീസേഴ്സിന് 3 വിധത്തിൽ ഓഫീസേഴ്സ് റിക്രൂട്ട് ആവുന്നുണ്ട്. റിക്രൂട്ട് എന്ന് പറഞ്ഞാൽ സെലക്ട് ആവുന്നുണ്ട്. ഒന്ന്, ഗ്രാജുവേറ്റ് എഞ്ചിനീയേഴ്സ് സിവിലിൽ നിന്ന് അവർ UPSC എക്സാം എഴുതി അവിടുന്ന് SSB സർവീസസ് സെലക്ഷൻ ബോർഡ് വഴി സെലക്ട് ആയിട്ട് IMA ട്രെയിനിങ്ങിൽ പോയി. അതിനുശേഷം EME കോറിൽ വന്നതിന് ശേഷം അവർക്ക് സാധാരണ ഇതിൽ എഞ്ചിനീയർ നിലയ്ക്ക് അവർക്ക് ജോലി ചെയ്യാൻ കഴിയും. പിന്നെ സ്പെഷ്യലൈസ് ട്രെയിനിങ്ങിന് വേണ്ടി അവർ
അവരെ അയക്കും. അതിന് പിന്നെ രണ്ടാമത്താണ് NDA വഴി, നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ. അവിടുന്ന് ടാലന്റ് അനുസരിച്ച്, ഇൻട്രസ്റ്റ് അനുസരിച്ച് കുറച്ച് പേരെ EMEയിലേക്ക് വിടും. അവർ IMEയിൽ ട്രെയിനിങ് കഴിഞ്ഞ ഓഫീസേഴ്സ് ആയതിനു ശേഷം അവരെ ഡിഗ്രി കോഴ്സിന് അയക്കും. അത് പൂനെയിലും സെക്കൻഡറാബാദിലും ഉള്ള കോളേജുകളിൽ അവർ ഗ്രാജുവേറ്റ് എഞ്ചിനീയേഴ്സായിട്ട് വെളിയിൽ വരും. മൂന്നാമത്തത്, അത് പുതുതായിട്ട് റിലേറ്റീവ്ലി ന്യൂ, 12th കഴിഞ്ഞിട്ട് അവർക്ക് സർവീസസ് സെലക്ഷൻ ബോർഡ് വഴി സെലക്ഷൻ കിട്ടിയാൽ അവർ പൂനെയിലുള്ള ആർമി കോളേജിൽ ട്രെയിനിങ്, മിലിറ്ററി പകുതി ട്രെയിനിങ് അവിടെ നടത്തിയിട്ട് ടെക്നിക്കൽ ട്രെയിനിങ്ങിന് വേണ്ടി EMEയുടെ ടെലികോം MCME, മിലിറ്ററി കോളേജ് ഓഫ് ടെലികോം എഞ്ചിനീയർ, അവിടത്തേക്ക് വിടും. അങ്ങനെ അവർ 3 വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് 1 വർഷത്തേക്ക് അവരെ IMEയിൽ ട്രെയിനിങ്. അങ്ങനെ മൊത്തം 4 വർഷം കഴിയുമ്പോൾ അവർക്ക് EMEയിൽ ഓഫീസറായിട്ട്. അത് ശരി. അപ്പൊ എങ്ങനെയാണ് EMEയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതെന്നുള്ളൊരു കാര്യമാണ് സാർ ഇപ്പോ പറഞ്ഞു തന്നത് അല്ലേ? ഒന്ന് NDA, ഡയറക്ട് എൻട്രി. ഡയറക്ട് എൻട്രി എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ, സിവിൽ എഞ്ചിനീയറിംഗ് കോളേജസ് പാസ് ഔട്ടായി UPSC എക്സാം പാസ്സായിട്ട് സർവീസ് സെലക്ഷൻ ബോർഡും സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്ത് അവരെ എടുക്കും. അവരെ IMEയിൽ വിട്ട് ട്രെയിനിങ് കഴിഞ്ഞിട്ട്, മിലിറ്ററി ട്രെയിനിങ് കഴിഞ്ഞിട്ട് EMEയിൽ ഇൻഡക്ട് ചെയ്യും. രണ്ടാമത്തെ ഞാൻ പറഞ്ഞ NDA വഴി. പിന്നെ മൂന്നാമത്താണ് ഈ 12th. അതിപ്പം നല്ല 12th കഴിഞ്ഞവർക്കും ഓഫീസർ പോസ്റ്റിലേക്ക് എത്താൻ സാധിക്കും. അവരെ സെലക്ട്, അതായത് ഈ സർവീസ് സെലക്ഷൻ ബോർഡ് ക്ലിയർ ചെയ്തിട്ട് അവരെ എഞ്ചിനീയറിംഗ് കോളേജിൽ വിട്ട് അവിടെ ഇത് 2 വിഭാഗമായിട്ടാണ്. ഒന്ന് പ്രൈമറി പ്രിലിമിനറി ട്രെയിനിങ് ഇൻ പൂനെ, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ട് സെക്കൻഡറാബാദിൽ, അതായത് ഈ മിലിറ്ററി MCME, മിലിറ്ററി കോളേജ് ഓഫ് മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അങ്ങനെയാണ് ഓഫീസേഴ്സ്. ശരി. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സാറിന്റെ അനുഭവത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മൾ അതിൽ നിന്നാണ് ഡിവീറ്റ് ചെയ്ത് പോയത്. അതായത് അനുഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയ കൂടുതൽ അനുഭവമൊന്നും, അതായത് ഓപ്പറേഷണൽ ഏരിയയിലുള്ള കൂടുതൽ അനുഭവങ്ങളൊന്നുമില്ല. കാരണം നമ്മുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരുപാട് നാളായി. അപ്പം 99 നമ്മുടെ കാർഗിൽ ഓപ്പറേഷൻ നടക്കുമ്പോൾ ഞാൻ ഇവിടെ OC വർക്ക്ഷോപ്പ്, ഞാൻ പാങ്ങോട് ആയിരുന്നു. 96 to 99 കമാൻഡ്, ഐ വാസ് കമാൻഡിങ് എ വർക്ക്ഷോപ്പ്. അപ്പോൾ അവിടെ ആയിരുന്നു. അപ്പോൾ അതിന് നമ്മൾ സാധാരണ അതായത് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ആക്റ്റീവായിട്ട് ഒരു ഓപ്പറേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാർക്ക് അതിൻ്റെ ആ ഒരു ഇത് പറയാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ ഒരു ആക്റ്റീവായിട്ട് ഞാൻ ടെക്നിക്കൽ ഇതിലായതുകൊണ്ട്, ഇത് EMEയിലായിരുന്നുകൊണ്ട് അങ്ങനെ ആ ഒരു ഇതിനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ EME വെച്ചുകൊണ്ട് പോകുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് അങ്ങനെ ഒരു ഓപ്പറേഷൻ ഏരിയയിൽ പോകാനുള്ള ചാൻസ് കുറവാണ്. അങ്ങനെ ഒരു ഓപ്പറേഷൻ വരുമ്പോഴാണ് ഈ ടെക്നിക്കൽ അസിസ്റ്റൻസ് അല്ലെങ്കിൽ ടെക്നിക്കൽ സപ്പോർട്ടിന് വേണ്ടിയാണ് നമ്മൾ EMEയിലുള്ള ആൾക്കാർ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ പോകുന്നത്. അതല്ലെങ്കിൽ പിന്നെ എല്ലാ വർഷവും നമ്മൾ ആ ഒരു സാഹചര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പറേഷൻ നടക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, അപ്പോൾ അങ്ങനെ ആ ഒരു അതിന് എക്സർസൈസ് എന്ന് പറയും, അത് എല്ലാ വർഷവും നടക്കുന്നുണ്ട്. അതുകൂടാതെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി ഫയറിംഗ് പ്രാക്ടീസ്, അതായത് ഗൺ ഫയറിംഗ് പ്രാക്ടീസ് ഉണ്ട്, മിസൈൽ ഫയറിംഗ് പ്രാക്ടീസ് ഉണ്ട്. അപ്പം നമ്മൾ സപ്പോസ്, അതായത് നമ്മുടെ കംപ്ലീറ്റ് ബോർഡർ എന്ന് പറയുന്നത് അത് ഓരോരുത്തർക്കും ഓരോ പ്രീ ഡിസൈഡഡ് ഏരിയ ആണ്. അപ്പോൾ ഒരാൾ, നമ്മളിപ്പോൾ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരു പോയിന്റിലേക്ക് പോകല്ല. അത് ഓരോരുത്തർക്കും ഓരോ നിശ്ചിത ആർമിയിലാണെങ്കിലേ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ സിസ്റ്റമാറ്റിക് അലോട്ടഡ് പ്ലേസിലാണ് ഒരു ബറ്റാലിയൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു ബ്രിഗേഡ് അല്ലെങ്കിൽ ഒരു ഡി പോകുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ചെല്ലുന്ന ആൾക്കാർക്ക് വേണ്ട ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കണം. അതിൻ്റെ ഒരു പ്രാക്ടീസ് നിലയിലാണ് നമ്മൾ ഒരു വർഷത്തിലൊരു പ്രാവശ്യം ഈ എക്സസൈസ് എന്ന് പറയുന്നത്, ആനുവൽ എക്സസൈസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, സപ്പോസ് നാളെ ഒരു ഓപ്പറേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു യുദ്ധം നടക്കുകയാണ്, അപ്പം അവിടെ എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്, ആ ഒരു പ്രാക്ടീസാണ് നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നത്. അതുപോലെ തന്നെ മിസൈൽ ഫയറിംഗ് അല്ലെങ്കിൽ ഗൺ ഫയറിംഗ് എല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. അത് ഒരു ജവാനാണെങ്കിലും കൊള്ളാം, ഓഫീസർ ആണെങ്കിലും കൊള്ളാം, ഒരു വർഷത്തിലൊരു പ്രാവശ്യം, ഈവൻ പീസ് ടൈം, അതായത് നമ്മളിപ്പം യുദ്ധത്തിലോ അല്ലെങ്കിൽ ഫ്രോഡ് ഏരിയയിലോ ഒന്നും അല്ല, നമ്മൾ പീസ് ടൈമാണ് അല്ലെങ്കിൽ പീസ് ഏരിയയിലാണ്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ കൂടെ നമുക്കിപ്പോൾ ഒരു ജവാൻ എന്ന് പറഞ്ഞാൽ ഫയറിംഗ് പ്രാക്ടീസ് വേണം. അതായത് ഒരു ജവാൻ എന്ന് പറയുന്നത് ഫസ്റ്റ്ലി ഹീസ് എ ജവാൻ, അതായത് ഒരു സോൾജറാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ടെക്നിക്കൽ ക്രാഫ്റ്റ്സ്മാനാണ്. അപ്പോൾ ഓഫീസർ ആണെങ്കിലും ബേസിക്കലി ഹീസ് എ സോൾജർ. അപ്പോൾ ആ ഒരു സോൾജറിൻ്റെ പ്രാക്ടീസ് ആയത്, സപ്പോസ് നാളെ ഒരു യുദ്ധം വന്നാൽ ഫയറിംഗ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ ആ ഫയറിംഗ് പ്രാക്ടീസ് വേണം. അതിന് ആനുവൽ റേഞ്ച് ക്ലാസിഫിക്കേഷൻ പറയും. അപ്പോൾ ആ ഒരു പ്രാക്ടീസ് നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഈ പീസ് ടൈം ഏരിയയിലൂടെ ജവാനും GSOസും ഓഫീസേഴ്സും എല്ലാവരും ആ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്.
അത് പ്രാക്ടീസ് ഞാൻ മുമ്പ് പറഞ്ഞ ആനുവൽ എക്സസൈസിന്റെ മാതിരി ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് പീസ് ടൈമിലും. അത് നമ്മൾക്കെന്നല്ല, അത് ഇൻഫൻട്രിയിലുള്ള ആൾക്കാരാണെങ്കിലും സപ്പോർട്ടിംഗ് ആംസ് ആർമിയിലെന്നല്ല, ആർമി, നേവി, എയർഫോഴ്സ് ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരാണെങ്കിലും ആ ഒരു പ്രാക്ടീസ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ സപ്പോസ് ഒരു ഫയർ പ്രാക്ടീസ് എന്ന് പറയും, അതായത് ഒരു തീ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ അണയ്ക്കണം. അപ്പോൾ അതിനെ അണയ്ക്കണമെങ്കിൽ സപ്പോസ് ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളുണ്ട്, പക്ഷേ അത് ഉപയോഗിക്കാൻ അറിയാൻ വയ്യാത്ത ആളാണോ ഉള്ളെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞ മാതിരി നാളെ ഒരു സാഹചര്യം വരികയാണ്, ഒരു എമർജൻസി സിറ്റുവേഷൻ വരികയാണെങ്കിൽ ആ ജവാൻ അല്ലെങ്കിൽ ഓഫീസർ അവരെങ്ങനെ അത് മാനേജ് ചെയ്യണം, എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിനുള്ള ഒരു പ്രാക്ടീസാണ്, അതിനുള്ള ആ ട്രെയിനിങ് ഇങ്ങനെ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ശരി. സാർ ട്രെയിനിങ്ങിനെ കുറിച്ച് പറയേണ്ടായി. എനിക്ക് തോന്നുന്നു ട്രെയിനിങ് 2 വിഭാഗങ്ങളായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് അല്ലേ? മിലിറ്ററി ട്രെയിനിങ്ങും അതുപോലെ തന്നെ ടെക്നിക്കൽ. ഒരു ജവാൻ അല്ലെങ്കിൽ ഓഫീസർ ഇൻഡക്ട് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മിലിറ്ററി ട്രെയിനിങ് ബേസിക് റിക്വയർമെന്റ്. അതെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ഏത് ഫീൽഡിലാണ് അവർ വർക്ക് ചെയ്യേണ്ടത് ആ ഫീൽഡിലുള്ള സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് അത് എല്ലാ ജവാനും ഓഫീസേഴ്സിനും എല്ലാം അത് അപ്ലിക്കബിൾ ആണ്. അത് വേരിയസ് സ്റ്റേജസിലാണ്. ആദ്യം ലൈക്ക് ഓഫീസേഴ്സിനാണെങ്കിൽ യങ് ഓഫീസേഴ്സ് കോഴ്സ് എന്ന് പറഞ്ഞ ഒരു 6 months കോഴ്സ് എൻ്റെ ടൈമിൽ 6 months ആയിരുന്നു. ദാറ്റ് ഈസ് ക്വൈറ്റ് വളരെ കാലം റിട്ടയർ ചെയ്തിട്ട് തന്നെ 28 വർഷം കഴിഞ്ഞിരിക്കുന്നു. അന്ന് യങ് ഓഫീസേഴ്സിന് 6 മാസത്തെ ട്രെയിനിങ്, അത് കഴിഞ്ഞിട്ട് യൂണിറ്റിലേക്ക് പോസ്റ്റഡ് ആവും. പിന്നെ അതിനുശേഷം പിന്നെ ഓരോരുത്തരുടെ റിക്വയർമെന്റ്സ് ഡിഗ്രി കോഴ്സിനയക്കും. ഗ്രാജുവേറ്റ് എഞ്ചിനീയേഴ്സായിട്ട് അവർ തിരിച്ച് യൂണിറ്റിൽ വരും. അങ്ങനെ പിന്നെ ദേ കണ്ടിന്യൂ ഇൻ വേരിയസ് വേ. സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് അതിനുശേഷം ലൈക്ക് ഐ ഡിഡ് ആർമമെന്റ് ട്രെയിനിങ്, സ്പെഷ്യലൈസ്ഡ് കോഴ്സ്. അങ്ങനെ ഓരോരുത്തർ മെക്കാനിക്കൽ, പിന്നെ ടെലികോം, അങ്ങനെ പല വിവിധ വകുപ്പുകളിൽ ഫർദർ ട്രെയിനിങ് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ഇൻ ദർ സ്ട്രീം. ജവാൻസിന്റെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ സപ്പോസ് അതായത് ഒരു ജവാനായിട്ട് ഒരാൾ EME വന്നൊന്ന് വിചാരിക്കും. അപ്പോൾ ആദ്യം പുള്ളിക്ക് അതായത് ആ ആൾക്ക് മിലിറ്ററി ട്രെയിനിങ് ആണ് കൊടുക്കുന്നത് 6 മാസത്തെ. മിലിറ്ററി ട്രെയിനിങ് കഴിഞ്ഞിട്ട് പിന്നെ അയാളെ ടെക്നിക്കൽ ട്രെയിനിങ് വിടും. അപ്പോൾ ഈ ടെക്നിക്കൽ ട്രെയിനിങ് ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ്ങാണ്. അപ്പോൾ ആ ബേസിക് അതായത് ബേസിക് ട്രെയിനിങ്ങിൽ അയാളുടെ ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അയാളുടെ ആ സ്കില്ല് അല്ലെങ്കിൽ അയാളുടെ നോളജിന്റെ ലെവൽ അനുസരിച്ച് പിന്നെ ഓരോ കാറ്റഗറിയിൽ വിടുകയാണ്. റഡാർ മെക്കാനിക്ക്, അല്ലെങ്കിൽ വെഹിക്കിൾ മെക്കാനിക്ക്, അല്ലെങ്കിൽ റേഡിയോ മെക്കാനിക്ക്, അങ്ങനെ ആ ഒരു ഇതിൽ പോകും. അങ്ങനെ ആ ഒരു പർട്ടിക്കുലർ ട്രേഡിൽ പോകുന്ന ഒരാൾക്ക് ബേസിക് ട്രെയിനിങ് ആ ട്രേഡിൽ പിന്നെ കൊടുക്കും. ആ ട്രേഡിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ അയാളുടെ പിന്നെ ഹയർ ഗ്രേഡ് വരും. അതായത് ക്ലാസ് 2 ലെവലിലേക്ക് വരും. അത് കഴിഞ്ഞ് പിന്നെ ക്ലാസ് 1 ലെവലിൽ വരും. ക്ലാസ് 1 ലെവലിൽ സപ്പോസ് ഒരു ജവാൻ ഇപ്പം ക്ലാസ് 1 എല്ലാം പാസ്സായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഡിപ്ലോമ, അതായത് കോളേജിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്. ആ ലെവലിൽ കോഴ്സ് കൊടുക്കുക. ആ ലെവലിൽ കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ JC, അതായത് ജൂനിയർ കമ്മീഷൻ ഓഫീസർ. ആർമിയിൽ എന്ന് പറഞ്ഞാൽ 3 കാറ്റഗറിയാണ്. ഒന്ന് അതർ റാങ്ക്സ്, അതായത് ജവാൻ, പിന്നെ 2 ജൂനിയർ കമ്മീഷൻ ഓഫീസർ, പിന്നെ ഓഫീസേഴ്സ്. അപ്പോൾ ഈ ജവാനായിട്ടുള്ള ഒരാൾ അതായത് EME വന്നു കഴിഞ്ഞാൽ ആ EME അയാളുടെ ക്ലാസ് 1 ട്രെയിനിങ് കഴിഞ്ഞ് ഡിപ്ലോമ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ JC, അതായത് ജൂനിയർ കമ്മീഷൻ ഓഫീസർ ആയിട്ട് പ്രൊമോഷൻ പോകാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിന് ട്രെയിനിങ് ഉണ്ട്. അതായത് സിവിലിന്റെ മാതിരിയല്ല, ആർമിയിൽ ഓരോ സ്റ്റേജിലും ട്രെയിനിങ് ഉണ്ട്. ഓരോ സ്റ്റേജിലും എക്സാംസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതായത് നല്ല കാലിബറുള്ള ആൾക്കാരെ, നല്ല നോളജുള്ള ആൾക്കാരെ മാത്രമേ മുമ്പോട്ട് പോകാൻ അനുവദിക്കുള്ളൂ. അല്ലാതെ ഒരു പ്രാവശ്യം ഒരാൾ സപ്പോസ് ക്ലർക്കായിട്ട് കയറി കഴിഞ്ഞാൽ സൂപ്രണ്ടായിട്ട് റിട്ടയർ അല്ലെങ്കിൽ സെക്ഷൻ ഓഫീസറായിട്ട് റിട്ടയർ ആകുക എന്നുള്ള ഒരു പോളിസി ആർമിയിലില്ല. അങ്ങനെയുണ്ട്. അറിവാണ്. അറിവ്, അതുപോലെ തന്നെ അയാളുടെ ആ എഫിഷ്യൻസി, അതായത് നമുക്ക് വർക്കിംഗ് എഫിഷ്യൻസി നമുക്ക് ആർമിയിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈവൻ ഓഫീസർ ആണെങ്കിൽ കൂടെ, ഓഫീസർ അതായത് ഒരാൾ സെക്കൻഡ് ഇപ്പം ലെഫ്റ്റനന്റ് ആയിട്ട് ഒരാൾ കയറി കഴിഞ്ഞാൽ അയാൾക്ക് വേരി സ്റ്റേജിൽ മാപ്പ് റീഡിംഗ് എന്ന് പറയാം. അതുകൊണ്ട് അതുകൂടാതെ തന്നെ പാർട്ടി എക്സാംസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പുള്ളി മേജറായിട്ട് ലെഫ്റ്റനന്റ് കഴിഞ്ഞ് ക്യാപ്റ്റൻ, മേജർ, പിന്നെ ലെഫ്റ്റനന്റ് അല്ലെങ്കിൽ കേണലായിട്ട് മുമ്പോട്ട് പോകത്തുള്ളൂ. ആ ഓരോ സ്റ്റേജിലും എക്സാംസ് ഉണ്ട്. ഇവരുടെ അതുപോലെ തന്നെ സ്പെഷ്യലൈസേഷൻ ട്രെയിനിങ് നോർമൽ കോഴ്സ് കഴിഞ്ഞ് അത് പിന്നെ അഡ്വാൻസ് കോഴ്സ് ഉണ്ട് ഓഫീസേഴ്സിന്. അതുപോലെ ജവാൻസിനും ഞാൻ ഈ പറഞ്ഞ മാതിരി ബേസിക് കോഴ്സ് ഉണ്ട്, പിന്നെ അഡ്വാൻസ് ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പ്രൊമോഷൻ കൊടുക്കുന്നത്. ഈ 2 ട്രെയിനിങ്ങും നടക്കുന്നത് 2 സ്ഥലത്താണ്. ഒന്ന് EME സ്കൂൾ ബറോഡയിലാണ്, പിന്നെ 2 നമ്മുടെ മിലിറ്ററി കോളേജിലാണ് നടക്കുന്നത്. ഈ 2 ലെവലിലുള്ള ട്രെയിനിങ്. ആ ട്രെയിനിങ് കഴിയുന്ന ആൾക്കാരാണ് പിന്നെ പ്രൊമോഷനായിട്ട് പിന്നെ പോകാൻ അനുവദിക്കത്തുള്ളൂ.
നമ്മളൊക്കെ പുറത്തുനിന്ന് കാണുന്നത് പോലെ അത്ര സിമ്പിൾ അല്ല അല്ലെ അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് വളരെ ഒരു ഭാരിച്ച ഒരു ഉത്തരവാദിത്വവും അല്ലെ. ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ അറിവിന്റെ ഒരു മാനദണ്ഡവും ഒക്കെ കൂടിക്കലരുമ്പോഴാണ് ആർമിയിൽ ഒരു പൊസിഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുക അല്ലെ. തീർച്ചയായിട്ടും. ഓക്കെ. റിക്രൂട്ട്സിന്റെ ട്രെയിനിങ്ങിന് വേണ്ടി EME രണ്ട് സെന്റേഴ്സ് ആണല്ലോ, EME സെന്റേഴ്സ്. ആ EME സെന്റേഴ്സിനാണ് അവർക്ക് മിലിറ്ററി ട്രെയിനിങ്, ടെക്നിക്കൽ ട്രെയിനിങ് എല്ലാം കൊടുക്കുന്നത്, 2 സെന്റേഴ്സിൽ. അപ്പോൾ ആ സെന്റേഴ്സ് വഴിയാണ് അവർ ഇൻഡക്റ്റഡ് ആവുന്നത്. പിന്നെ ഓരോ യൂണിറ്റിലേക്ക് പോസ്റ്റഡ് ആവുക, ഫർദർ ട്രെയിനിങ് ശേഷം പറഞ്ഞതുപോലെ ഫർദർ സ്പെഷ്യലൈസ് ട്രെയിനിങ്. ശരി ശരി. എനിക്ക് തോന്നുന്നു ഈ ഒരു ദിനത്തിന്റെ ഒരു വലിയൊരു പ്രാധാന്യം പറയുകയാണെങ്കിൽ EME കോർ ഡേ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇത്തരത്തിൽ ഈ വിങ്ങിൽ പ്രവർത്തിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു ആദരം കൂടിയാണെന്ന് തോന്നുന്നു അല്ലെ, ഈ ഒരു ദിനം ആചരിക്കുന്നത് കൊണ്ട് പ്രധാനമായിട്ടും കൊടുക്കുന്നത്. എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് അവർ നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന മാതിരിയാണ്. അതായത് ആ ഒരു ആനുവലി നമ്മള് ബർത്ത്ഡേ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ എസ്റ്റാബ്ലിഷ്മെന്റ് ഡേ ഒരു ഓർഗനൈസേഷൻ ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞ മാതിരി തന്നെ EME അതിന്റെ സ്ഥാപക ദിനം ആഘോഷിക്കുകയാണ്. EME കോർ ഡേ എന്ന് പറയുന്നത് അതാണ് ഒരു ഉദ്ദേശം. Today is the 76th Corps Day. 1943. അത് ശരി. Last year we had a മൊബൈൽ. ഓക്കെ. ഇപ്പോൾ സാർ ഇപ്പോൾ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ, അവിടെ പ്രധാനമായിട്ടും കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി എന്തൊക്കെയാണ് ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കുന്നത്? ഉദ്യോഗാർത്ഥി അവിടെ ഒരാൾ, അതായത് ഒരു ജവാനായിട്ട് ഒരാൾ എൻറോൾ ആയി കഴിഞ്ഞാൽ അവിടെ സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞില്ല ആദ്യമായിട്ട് ബേസിക് ട്രെയിനിങ് ആണ്, അത് മിലിറ്ററി ട്രെയിനിങ്. അതായത് അയാളുടെ ഡിസിപ്ലിൻ സോൾജർ ആക്കുകയാണ്. അതിനുപരിയായിട്ട് പിന്നെ ഫയറിംഗ് പ്രാക്ടീസ്, അങ്ങനെ ഇത് ഫിസിക്കൽ എഫിഷ്യൻസി, അതിലെല്ലാം ആ ഒരു 6 മാസത്തെ ട്രെയിനിങ് കൊണ്ട് ഒരു ജവാന്റെ ഡെവലപ്മെന്റ് എല്ലാം അതിനകത്ത് വരും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ടെക്നിക്കൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. ആ ടെക്നിക്കൽ ട്രെയിനിങ് ഞാൻ പറഞ്ഞ മാതിരി 2 സ്ഥലത്തുണ്ട്. ഒന്ന് EME സ്കൂൾ എന്ന് പറയും, അത് ബറോഡയിലാണ്. പിന്നെ EME കോളേജ് സെക്കൻഡ് റോയിലാണ്. ഈ 2 സ്ഥലത്താണ് അവരുടെ ടെക്നിക്കൽ ട്രെയിനിങ് കൊടുക്കുന്നത്. ആ ടെക്നിക്കൽ ട്രെയിനിങ്ങിന്റെ ഓരോ ലെവലുണ്ട്, അതായത് ബേസിക് ട്രെയിനിങ്, അഡ്വാൻസ് ട്രെയിനിങ്, അങ്ങനെയാണ് അവരുടെ ട്രെയിനിങ് പോകുന്നത്. പല തലങ്ങളിലാണ്. അത് ഒരു പ്രാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ സിവിൽ, സാധാരണഗതിയിൽ സിവിലില് അതായത് റിസർവേഷൻ ഉണ്ട്, അതുപോലെ തന്നെ കോംപ്രമൈസിങ് ഹിസ് കാലിബർ, ഈ 2 കാര്യങ്ങൾ ആർമിയിലില്ല. റിസർവേഷൻ ഇല്ല, അതായത് ഒരു സ്റ്റാൻഡേർഡിൽ അല്ലെങ്കിൽ ആരുടെ ക്വാളിഫിക്കേഷനിൽ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഇന്ത്യയിൽ സപ്പോസ് ഇപ്പം ആർമിയിൽ ഒരാൾ ജവാനായിട്ട് എൻറോൾ ആകണമെങ്കിൽ +2 ആണെങ്കിൽ ആ +2 തന്നെ വേണം. അതിന് ഇത്ര മാർക്കം എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ കാസ്റ്റ് ആണെങ്കിൽ നിനക്ക് 40% മതി എന്ന് പറയത്തില്ല. ആ ഒരു ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് ലെവലിൽ നമ്മൾ താഴോട്ട് പോകത്തില്ല. അത് ശരി. അങ്ങനെയാണ് ആർമിയിൽ എൻറോൾ അല്ലെങ്കിൽ ആർമിയിൽ ചേരുന്നതിനുള്ള വ്യവസ്ഥ. അല്ലെങ്കിൽ ഒരാൾ ഷെഡ്യൂൾ കാസ്റ്റ് ആണ്, ശരി നിനക്ക് നിന്റെ ഹൈറ്റ് കുറവാണ് അല്ലെങ്കിൽ വെയിറ്റ് കുറവാണ്, നിനക്ക് ഷെഡ്യൂൾ കാസ്റ്റ് ആയതുകൊണ്ട് ഇത് ചേരാൻ പറ്റും, അങ്ങനെ ആ ഒരു കൺസെഷൻ ഇല്ല. ക്വാളിറ്റിയിൽ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് പാലെടുക്കുകയാണ്, അതിനകത്ത് നല്ല പ്യുവർ പാലും അതിനകത്ത് 50% വെള്ളം ഒഴിച്ച പാലുമായിട്ട് വ്യത്യാസമില്ല എന്ന് പറഞ്ഞ മാതിരി ഒരാളിന്റെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന പറയുമ്പോൾ ആ ഒരു ക്വാളിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് ആർമിയിൽ നമുക്ക് ക്വാളിറ്റി നമ്മൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ എനിമിയായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാൻ ഒരിക്കലും സാധിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് അതുപോലുള്ള ആൾക്കാരെ മാത്രമേ ഒരു പർട്ടിക്കുലർ വെയിറ്റ് ആണെങ്കിലും ഹൈറ്റ് ആണെങ്കിലും ക്വാളിഫിക്കേഷൻ ആണെങ്കിലും ജനങ്ങളുടെ സുരക്ഷയും കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണല്ലോ അല്ലെ. ഒരാളുടെയോ 2 പേരുടെയോ കാര്യമല്ലല്ലോ. ഇത്രയും നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിന്റെ സുരക്ഷ മുഴുവൻ നിർവഹിക്കേണ്ടുന്ന ഒരു കടമയാണല്ലോ. ആർമിയിലുള്ള ഓരോ വിങ്ങിനും അവരവരുടേതായിട്ടുള്ള കടമകൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഇന്നോവേഷൻസും മോഡിഫിക്കേഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നോവേഷൻസ് ആക്ച്വലി ഒരു എക്യുപ്മെന്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല ഡെഫിഷ്യൻസീസ് നമുക്ക് ഇതുകൂടെ ആവശ്യമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ അല്ലായിരുന്നു പ്രവർത്തിക്കേണ്ടത്, കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് പ്രവർത്തിക്കണം. അപ്പോൾ ഈ EMEയിൽ ഓഫീസേഴ്സ് എസ്പെഷ്യലി ഓഫീസേഴ്സ് they carry out certain modifications, not with the major equipments, and innovations mean they innovate certain modifications which improves the overall efficiency of the equipment. അങ്ങനെ EME encourages such officers for modifications and innovations. പറഞ്ഞോളൂ. ഞാൻ മുമ്പ് ഇതിന്റെ ആ ക്വാളിറ്റിയുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അതായത്
നമ്മൾ സാധാരണഗതിയിൽ EME എന്നല്ല നമ്മുടെ സർവീസസിൽ, അതായത് ആംഡ് ഫോഴ്സസിൽ, അതായത് ആർമി ആണെങ്കിൽ, നേവി ആണെങ്കിൽ, എയർഫോഴ്സിലാണെങ്കിലുള്ള നമ്മൾ ജാതി മതത്തിനെല്ലാം ഉപരി ആയിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിൽ, ഒരു പർട്ടിക്കുലർ മതത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ റിസർവേഷനോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ നമ്മുടെ അതായത് സർവീസിൽ എൻട്രി ആയി കഴിഞ്ഞാൽ ഈവൻ നമ്മുടെ എനിക്ക് തോന്നുന്ന ആർമിയിൽ അല്ലെങ്കിൽ നേവിയിൽ അല്ലെങ്കിൽ എയർഫോഴ്സിൽ മാത്രമേ സിസ്റ്റം ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു പ്രാർത്ഥന സ്ഥലം എന്ന് പറയുന്നത് അവിടെ 3 മതത്തിൻ്റെയും കാണും. അതായത് ഹിന്ദു മതത്തിൻ്റെയും കാണും, അതായത് ക്രിസ്ത്യൻ്റെയും കാണും, മുസ്ലിംസിൻ്റെയും കാണും. അപ്പം ഈ 3 മതത്തിലുള്ള ഈവൻ ഗുരുദ്വാരയാണെങ്കിലും കൊള്ളാം, എവിടെ ആണെങ്കിലും അത് ഏത് മതവിശ്വാസി അതായത് മതത്തിനെല്ലാം അതീതമായിട്ടാണ് നമ്മൾ ആർമിയിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു ഓഫീസിൽ തന്നെ ഒരു ഫോട്ടോ വയ്ക്കുകയാണെങ്കിൽ ഇതിനുള്ള 3 ഇതും കാണാം. അപ്പോൾ ആർക്കും ഒബ്ജക്ഷൻ ഇല്ല. അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയാണ് പറയുക എൻ്റെ യേശുവിൻ്റെ ഫോട്ടോ ഇല്ല, അല്ലെങ്കിൽ ഹിന്ദു പറയും എൻ്റെ കൃഷ്ണന്റെ ഫോട്ടോ ഇല്ല, അല്ലെങ്കിൽ മുസ്ലിം പറയും എൻ്റെ അള്ളാഹുവിൻ്റെ ഫോട്ടോ ഇല്ല. 3 മതത്തിൻ്റെ ആകുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ അതുകൊണ്ട് സ്റ്റാൻഡേർഡ് അതുപോലെ തന്നെ മതം ഇതിന് യാതൊരു കോംപ്രമൈസും ഇല്ല. അതായത് ഏത് മതത്തിലാണെങ്കിലും മതത്തിലായ ഏത് വർഗ്ഗക്കാരനാണെങ്കിലുള്ള ഏത് രാജ്യക്കാരനാണെങ്കിലുള്ള എല്ലാവരും ഒരുപോലെയാണ്. ഞാൻ പറഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങ് പറഞ്ഞത് വളരെ പ്രസക്തമാണ്. കാരണം ഇന്ത്യ പോലൊരു മഹാരാജ്യത്ത് നമ്മളെ ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ഇത്രയും വർണ്ണ വിവേചനമുള്ള അല്ലെങ്കിൽ മതത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഏറെ എങ്കിൽ മാത്രമേ നമുക്ക് ആ സ്റ്റാൻഡേർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റാൻഡേർഡ് കിട്ടത്തില്ല. നമ്മളിപ്പോൾ ഏതൊരു പേഴ്സണൽ ആവശ്യത്തിന് ഇപ്പോൾ ഒരു വണ്ടി എടുക്കാൻ പോയി, അല്ലെങ്കിൽ ഒരു 3 വീലർ അല്ല 2 വീലറോ അല്ലെങ്കിൽ 4 വീലർ എടുക്കാൻ പോയി, നമ്മൾ അത് സപ്പോസ് ആ ഒരു വണ്ടി അല്ലെങ്കിൽ ആ ഒരു ഏതെങ്കിലും ഒരു കാര്യമായിക്കട്ടെ, നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു കോംപ്രമൈസ് ചെയ്ത് നമ്മൾ വണ്ടി എടുക്കുക, അല്ലെങ്കിൽ ശരി സ്റ്റാർട്ട് ആകുന്നില്ല, അല്ലെങ്കിൽ ബാറ്ററി ശരിയല്ല, അല്ലെങ്കിൽ ടയർ ശരിയല്ല, നമ്മൾ വണ്ടി അക്സെപ്റ്റ് ചെയ്തില്ല. അതുപോലെ ആയിരിക്കണം നമ്മുടെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ, അതുപോലെ ആയിരിക്കണം. അതായത് ആർമിയിൽ അല്ലെങ്കിൽ നേവിയിൽ അല്ലെങ്കിൽ എയർഫോഴ്സിൽ ആ ഒരു ഇതാണ് നമ്മൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നത്. നമ്മൾ സ്റ്റാൻഡേർഡിനെ ഒരിക്കലും കോംപ്രമൈസ് ചെയ്തില്ല. അതിനെല്ലാം ഉപരിയായിട്ട് നമ്മളെല്ലാവരും ഒരുപോലെ കാണുന്നു. അതായത് ഇപ്പം ഈ ജവാന്റെയൊക്കെ ലങ്കർ അല്ലെങ്കിൽ ഓഫീസേഴ്സിന്റെ മെസ്സ്, അപ്പോൾ അവിടെ ശരി ഇന്ന ജാതിക്കാരനാണെങ്കിൽ മതത്തിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ യാതൊരു ഫെസിലിറ്റി അല്ലെങ്കിൽ യാതൊരു ട്രീറ്റ്മെന്റ് ഒന്നും യാതൊരു പരിഗണനയോ, എല്ലാവരും ഒരുപോലെ. അതായത് ഈ പണ്ടൊരു പഴഞ്ഞെന്ന് പറഞ്ഞാൽ സിംഹവും ആട്ടിൻകുട്ടിയും എല്ലാം ഒരിടത്ത് നിന്ന് വെള്ളം കുടിക്കും, ആ ഒരു രീതിയാണ് ഡിഫൻസിലുള്ളത്. തീർച്ചയായിട്ടും. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, സ്പോർട്സ് ആൻഡ് ഗെയിംസ് അച്ചീവ്മെന്റ്സ് അതും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. No, EME record. We had very outstanding sportsmen in yachting. We had basketball, outstanding players. The present day condition, football also, that's very fine players were there. In the present condition, I don't know that we are not able to name anybody as an outstanding sportsman. But EME gives a lot of priority to sports and games. We have our own core teams in football, basketball and all. They are selected outstanding players from various units and then trained as a core team. So that's an ongoing process. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. നമ്മൾ അതായത് ടെക്നിക്കൽ ഇത് സപ്പോർട്ട് ആണെങ്കിൽ കൂടെ, അതായത് ദുരന്ത നിവാരണ സേനയിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ നാച്ചുറൽ കലാമിറ്റീസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അത്യാവശ്യം അങ്ങനെയുള്ള സിവിൽ ഹെൽപ്പിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. സപ്പോസ് ഇന്നിപ്പം അതായത് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി, ആ വെള്ളപ്പൊക്കത്തിന് കോലംസ് അയക്കും, അതിൽ EMEക്കാർ പങ്കെടുക്കുന്നുണ്ട്. അതായത് മറ്റുള്ള ആർമിയിലെ ഫൈറ്റിംഗ് ഫോഴ്സ്, അതായത് ഇൻഫൻട്രിയിലുള്ള ആൾക്കാരെ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ പങ്കെടുക്കുന്ന എല്ലാ ഡ്യൂട്ടികളിലും അതായത് നമ്മൾ EMEയിലുള്ള ആൾക്കാരും പങ്കെടുക്കുന്നുണ്ട്. രാജ്യത്തിന് വേണ്ടിയിട്ട് അതായത് പൊതുജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നു. തീർച്ചയായിട്ടും അത് നമ്മൾ ഈ പ്രളയകാലത്തും ഒക്കെ നേരിട്ട് കണ്ട കാഴ്ച തന്നെയാണ്. ഏതായാലും ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയാൻ ആഗ്രഹമുണ്ട്. ഈ ഒരു ദിനത്തിൽ EME കോർ ഡേ എന്ന് പറയുന്ന ഈ ഒരു ദിനത്തിൽ ഇത്രയേറെ കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ രണ്ടുപേരും ഇവിടെ എത്തി നമ്മുടെ ക്ഷണം സ്വീകരിച്ചു. ഒരുപാട് നന്ദി അറിയിക്കുകയാണ് പ്രിയ പ്രേക്ഷകരോട് മനസ്സ് തുറന്നതിൽ. ഇനിയൊരു അവസരത്തിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സാമൂഹ്യ പാഠവുമായി ചർച്ച ചെയ്യാം. ഒരുപാട് നന്ദി അറിയിക്കുന്നു ദൂരദർശന്റെ പേരിലും സാമൂഹ്യ പാഠത്തിന്റെ പേരിലും. താങ്ക് യു സോ മച്ച് സർ. നമസ്കാരം. സാമൂഹ്യ പാഠത്തിന്റെ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. സാമൂഹിക പ്രതിബദ്ധതയുള്ള മറ്റു വിഷയങ്ങളുമായി കാണാം. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാം dd-സാമൂഹ്യപാഠം@gmail.com. വീണ്ടും നാളെ 2 മണിക്ക്. നന്ദി, നമസ്കാരം.